നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നവഗ്രഹങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രഹത്തിൻ്റെ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ജ്യോതിഷത്തിൽ ഗുരു, ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ബൃഹസ്പതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കുറേ ദോഷങ്ങളുള്ള ഒരു ഭാവമാണ്. വാസ്തവത്തിൽ അഷ്ടമത്തിൽ 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴം ജാതകത്തിൽ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതിൽ പ്രത്യേകിച്ച് 6, 8, 12 വ്യാഴം പോകുന്നതിനെക്കുറിച്ചും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചും നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് കണ്ടിട്ട് അതിൻ്റെ ക്ഷേത്രങ്ങളുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പോവുക എന്നുള്ളതാണ്. പോയാൽ നിങ്ങൾക്കൊരു വലിയ ഭാഗ്യം, വലിയ മാറ്റം ഉണ്ടാകും. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് പോയി ഒരു 6 മാസം കൊണ്ടൊക്കെ തന്നെ അതിന് മാറ്റം ഉണ്ടായതായിട്ട് എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പലയിടത്ത് പോയി പല കാര്യങ്ങൾ ചെയ്തിട്ടും കുറേ പൂജകളൊക്കെ കഴിച്ചിട്ടും മാറാത്ത പല കാര്യങ്ങളും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് പൂജ കഴിക്കുന്നത് മോശമാണെന്നൊന്നുമല്ല കേട്ടോ. പൂജ കഴിക്കേണ്ടിടത്ത് പൂജ കഴിക്കണം. ഇപ്പം കേരളത്തിലെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിൽ, എൻ്റെ നാട്ടിലൊക്കെ അസ്ട്രോളജേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു പൂജ എഴുതും. അതായത് പരിപാടി ഉണ്ടോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് തന്നെ പലരും ചോദിക്കാറുണ്ട്, പരിപാടിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അതായത് കൺസൾട്ടേഷൻ ഉണ്ടോ, സാധന എങ്ങനെ നടക്കുന്നുണ്ടോ എന്നല്ല, പരിപാടി ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം എല്ലാവർക്കും പരിപാടിയാണ് ആവശ്യം. അപ്പം അതുകൊണ്ട് തന്നെ മിക്ക വിഷയങ്ങൾക്കും ആൾക്കാർ പൂജയാണ് എഴുതുന്നത്. അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല കേട്ടോ. സമ്പത്തുണ്ടെങ്കിൽ വീട്ടിലൊരു പൂജ കഴിക്കുന്നത് കൊണ്ട്, അത് പ്രത്യേകിച്ച് ഗണപതി ഹോമം, ഭഗവതി സേവയും, മൃത്യുഞ്ജയഹോമവും, സുദർശനഹോമവും ഒക്കെ വീട്ടിൽ കഴിക്കുന്നത്, വല്ലപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വീട്ടിലെ ഈ നമ്മുടെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളൊക്കെ വീട്ടിലിങ്ങനെ നിരന്തരമായി കേട്ട് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വല്ലാതെ നിൽക്കുമ്പോൾ അതിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനും, അവിടെ ആ ഒരു മന്ത്രസ്പന്ദങ്ങൾ വരുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ഫീൽഡുകൾ അവിടെ നിന്ന് മാറിപ്പോവാനും ഒക്കെ ഉച്ചാടിച്ച് പോകുമെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ സുദർശനഹോമമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആ ഒരു നെഗറ്റീവ് എനർജി അവിടെ നിന്ന് ഇല്ലാതായി പോകും, അല്ലെ സുഹൃതഹോമങ്ങളൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സാമ്പത്തികം ഇല്ലാത്ത സമയത്ത്, കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമുക്കത് എക്സ്ട്രാ ബാധ്യതയാവുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് സുഹൃതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രാരാബ്ധത്തിലേക്ക് വരുന്ന ആഗമിക കർമ്മങ്ങളിൽ മാത്രമാണ് പൂജകൾ കൊണ്ട് ഒക്കെ ഫലമാവുന്നത്. ബാക്കിയുള്ളതൊക്കെ തീർത്ഥാടനങ്ങൾ കൊണ്ടും, അതൊരു തപസ്സാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ചെയ്യുന്ന പൂജ കൊണ്ടോ, അല്ലെങ്കിൽ സ്വന്തമായി ചെയ്യുന്ന ഈശ്വര സാധന കൊണ്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ഫലം വരുന്നത്. ബാക്കിയുള്ള സഞ്ചിത പ്രാരാബ്ധങ്ങൾ, അല്ലാതെ പ്രാരാബ്ധത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലേക്ക് വരുന്ന കർമ്മമാണ് ആഗമികം. അതൊന്ന് പ്രാരാബ്ധത്തിലേക്ക്, ഒന്ന് സഞ്ചിതത്തിലേക്ക് പോകും. അത് പ്രാരാബ്ധത്തിലേക്ക് വരുന്ന ആഗമികങ്ങളായിട്ടുള്ള വിഷയങ്ങളും മാത്രമാണ് വേറൊരാളെ കൊണ്ട് പൂജ കഴിച്ചാൽ മാറുന്നത്. അത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ജന്മത്തിലെ പല വിഷയങ്ങളും, നമ്മുടെ വസ്തുവകകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മുടെ മെറ്റീരിയലായിട്ടുള്ള സബ്ജക്റ്റുകളിലൊക്കെ ഇത് സഹായിക്കുകയും ചെയ്യും. നെഗറ്റീവായിട്ടല്ല പറയുന്നത്. പക്ഷേ ഇതൊരു കച്ചവട ലോകമായതുകൊണ്ട്, ഇതിനൊരുപാട് ബിസിനസ് ഏരിയകളായതുകൊണ്ട് തൊടുന്നതല്ല. എന്നെ വിളിച്ച് പലരും കല്ല് ചോദിക്കാറുണ്ട്, ഏത് കളറാണ് ഡ്രസ്സാണ് ഇടാറുള്ളത്, ഈ വീടിൻ്റെ ഏത് ഭാഗമാണ് നോക്കാറ്, ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. സ്ഥാനം നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾ കല്ലുകൾ ഇടുന്നത് നല്ലതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് ഇടുന്ന നിങ്ങൾ, അല്ല ഞാനായാലും ഇതൊക്കെ ഉപയോഗിക്കുന്ന ഞാൻ എത്രത്തോളം എന്നെ സംരക്ഷിക്കുന്നു, എൻ്റെ രീതികൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ചിന്താധാരകൾ എല്ലാം എത്രത്തോളം ഈശ്വരന് നിരക്കുന്നതാക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ കല്ലിടുന്നത് നമുക്ക് എഫക്റ്റ് ആവുന്നത്. അല്ലാതെ ചിളിക്കുണ്ടം പോലുള്ള ഒരു സ്വഭാവമാണ് എനിക്കെങ്കിൽ അവിടെ വജ്രം പോലൊരു കാര്യം കൊണ്ടുവന്നിട്ടാൽ ആ കയ്യിൽ കിടക്കുന്ന വജ്രത്തിന് എത്രത്തോളം നമ്മളെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ്. ചിളിക്കുണ്ടി കിടക്കുന്ന വജ്രം അത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്യുവർ, ആ ഒരു സ്വസ്ഥത, സമാധാനം, ആ സ്പിരിച്വൽ ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ, നിങ്ങൾ ഏത് മതത്തിലും ഏത് ജാതിയിലും എന്ത് പെട്ടതായാലും വേണ്ടിയില്ല, ഈശ്വരനെ നന്നായിട്ട് ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക, നമ്മളോടൊപ്പം ചേർന്നിരിക്കുക. ബിയോണ്ട് റിലീജിയനാണ് സ്പിരിച്വാലിറ്റി. അത് ഒറ്റയ്ക്കുള്ള ഒരു യാത്രയാണ്. അതിൽ ഒരുപാട് നല്ല വിഷയങ്ങൾ വരും, ഒരുപാട് ദുഃഖം ഉണ്ടാകുന്ന വിഷയങ്ങൾ വരും. ഇതൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മളായിത്തീരുന്നത്. അപ്പം അതിൽ മുന്നോട്ട്
പൊക്കോണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പം നമ്മളെ ജാതകം പരിശോധിക്കുമ്പം നമ്മൾ ചില കാര്യങ്ങൾ തടസ്സം വരുന്ന സമയത്ത് ഈ ദുസ്ഥാനത്ത് 6, 8, 12 നിൽക്കുന്നത് വ്യാഴമാണെങ്കിൽ ആ വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ള പരിഹാരം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല വീഡിയോ ആണത്. അത് കണ്ടു നോക്കുക, അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ അഷ്ടമത്തിൽ വ്യാഴം നിന്നാലുള്ള നല്ല ഫലങ്ങൾ കുറച്ച് നോക്കാം. പൊതുവേ ശുഭഗ്രഹങ്ങൾ 6, 8, 12 അത്ര നല്ലതല്ല, എന്നാൽ പോലും അഷ്ടമത്തിൽ വ്യാഴം നിന്നാലുള്ള നല്ല ഫലങ്ങളെക്കുറിച്ചൊന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിന് ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിസർഗ 9-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിന്നാൽ ഒരു ഗുണം പറയാം. വ്യാഴം 8-ാം ഭാവത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ജാതകന് ആയുസ് വർദ്ധിക്കും എന്നാണ്. മാരകബന്ധമില്ലാത്ത വ്യാഴമാണെങ്കിൽ ഒരു ദീർഘായുസ് കൂടും. വ്യാഴം അഷ്ടമത്തിൽ അവിടെ നിൽക്കുമ്പം ദീർഘായുസ് കൂടും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപാട് പേരുടെ ജാതകത്തിൽ അത് കണ്ടിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കടുത്ത വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ പോലും അവർ രക്ഷപ്പെട്ടു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മറ്റു പല ദോഷവശങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യം, ദീർഘായുസ് എന്ന് പറയുന്ന ഒരു വിഷയം, ബലവാനായ ഒരു വ്യാഴം അഷ്ടമത്തിൽ നിന്നാൽ അതുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തത് ഒക്കൽ വിസ്ഡമാണ്. 8th ഹൗസിലെ ജൂപ്പിറ്റർ പൊതുവേ നിഗൂഢതകളുടെ സ്ഥാനമല്ലേ അഷ്ടമം എന്ന് പറയുന്നത്. അവിടെ വ്യാഴത്തെ പോലൊരു ഗ്രഹം, ജ്ഞാനകാരകനായ ഗ്രഹം മറഞ്ഞാണ് നിൽക്കുന്നത് പോലും. 8 മറഞ്ഞ സ്ഥാനം, മറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ പോലും മറഞ്ഞ വിദ്യയ്ക്ക് ഒരുപാട് ഉണ്ടാവും. കാരണം മറഞ്ഞ വിദ്യകൾ ഇവരുടെ ഉള്ളിൽ പല പല വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും. പ്രത്യേകിച്ച് തന്ത്രം, ജ്യോതിഷം, വേദാന്തം, ആധ്യാത്മികത തുടങ്ങിയിട്ട് ആധ്യാത്മിക ആശയങ്ങൾ, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുടെ ജ്ഞാനം എന്ന് തുടങ്ങിയിട്ട് അഗാധമായിട്ടുള്ള അറിവുകൾ ഈ ഒരു ഒക്കൾട്ട് ഏരിയയിൽ ആ ഒരു വിസ്ഡം ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഒരു ഇൻറ്റ്യൂഷൻ ഇവർക്കുണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയോ? ഈ അറിവുകളൊക്കെ ഉണ്ടാവും, പക്ഷെ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ഇത് നിരന്തരമായിട്ട് ചെയ്യാനുള്ള, ഇപ്പോൾ 10ൽ ഒരാൾക്ക് വ്യാഴം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വിഷയത്തിൽ എന്ത് മടി വന്നാലും ശരി, വ്യാഴം കുറച്ച് മടിയുള്ള ഗ്രഹവും കൂടിയാണ്, എന്ത് മടി വന്നാലും ശരി അവരുടെ കർമ്മം അവർ നിരന്തരമായി അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അവർക്ക് ഭ്രാന്താവും. അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് അനുഭവമുണ്ട്, ഒരുപാട് പേരുടെ കാര്യം കൊണ്ട് അനുഭവമുണ്ട്, എനിക്ക് വ്യക്തിപരമായും അറിയാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 8ൽ ഇത് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8ലെ മറഞ്ഞ വ്യാഴത്തിനൊരു പ്രശ്നം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി കുറയും എന്നുള്ളതാണ്. ഈ കൺസിസ്റ്റൻസി കുറയുമ്പോൾ ഒരു കുഴപ്പം എന്താ പറയും, നല്ല അറിവുണ്ടാവും, നല്ല കാര്യങ്ങൾ തർക്കിക്കാനൊക്കെ വരുമ്പോൾ ഇവർക്ക് പല കാര്യങ്ങളെപ്പറ്റി നല്ല അറിവുണ്ടാവും. പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും ഉണ്ടാവും. ഇതൊരു പ്രശ്നം. അതുകൊണ്ട് എപ്പോഴും ഒരു മനസ്സിന് ഒരു സ്വസ്ഥത കുറവ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആത്മാവിൻ്റെ ഒരു സുഖം, ഒരു സ്വസ്ഥത കുറവ് ഇവർക്കുണ്ടാവും എന്നുള്ളത് ഒരു വിഷയമാണ്. പക്ഷെ എന്നാൽ പോലും ഒക്കൾട്ട് വിഷയത്തിൽ വിസ്ഡം, ആ ഒക്കൾട്ട് വിസ്ഡം എന്ന് പറഞ്ഞാൽ ജ്ഞാനമുണ്ടാവും, നിഗൂഢ ജ്ഞാനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനം, അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ഈശ്വരീയ കാര്യങ്ങൾ ഒക്കെ, പാരമ്പര്യ സ്വത്ത്, വിൽപത്രം വഴിയുള്ള നേട്ടങ്ങൾ, ഇൻഷുറൻസ് തുക, അല്ലെങ്കിൽ പങ്കാളിയിലൂടെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് കിട്ടുന്ന സാമ്പത്തിക അറിവുകൾ, പങ്കാളിയിലൂടെ കിട്ടുന്ന ധനം, ഇവയൊക്കെ വരും. പങ്കാളിയിൽ നിന്ന് ധനലാഭം ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. പുരുഷ ജാതകത്തിലാണെങ്കിൽ 8ലെ വ്യാഴം എന്ന് പറയുന്നത് ദാമ്പത്യ വിഷയത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും കൂടിയാണ്. അതേപോലെ ദീക്ഷ, 8ലെ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നൊന്നും ആളെ ആയിരിക്കത്തില്ല, വേറെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിലൂടെ ജീവിക്കുന്നതായിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് അവിടെ എത്തിപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ഇൻക്ലൈനേഷനുള്ള ചില ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വന്നിട്ട് അതിലേക്ക് പോയി അങ്ങനെ
അതിന് മുമ്പുള്ള നിങ്ങളുടെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിൽ കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രണ്ട് ധ്രുവങ്ങളിലൂടെ പോകുന്ന ഒരു രീതി ഉണ്ടാകും. അപ്പോൾ ആ ഒരു ആധ്യാത്മിക പുരോഗതി നല്ലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഞാൻ പണ്ട് മുതലേ പറഞ്ഞ് കേൾക്കുന്ന കേട്ടോ, ജ്യോതിഷമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് മുതലേ ഈ ജ്യോതിഷം അറിയാവുന്ന ആൾക്കാർ ഗോചരം വെച്ച് തന്നെ പറയുന്നുണ്ട്, അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് മരിച്ചാൽ സമാധാനപരമായിട്ടുള്ള മരണമായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉത്തരായന കാലത്ത് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവലോകത്തെ എത്തിപ്പെടത്തുള്ളൂ, അത് സമാധാനപരമായിട്ടുള്ള മരണമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജ്യോതിഷം ഞാൻ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് മുതലേ വീട്ടിലൊക്കെ, അല്ലെങ്കിൽ അതിൽ ജ്യോതിഷം അറിയാവുന്ന ആൾക്കാരൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ സദസ്സുകളിലൊക്കെ സാധാരണ അത്യാവശ്യം അറിയാവുന്ന പഴയ ആൾക്കാർക്ക് കുറേയൊക്കെ ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ അറിവുകളിൽ, അവരുടെ വായന അറിവുകളിൽ നിന്നൊക്കെ അവരിൽ നിന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് വളരെ ചെറുപ്പമല്ല, തീരെ പൊടി. അപ്പം ഞാനൊക്കെ അവിടെ ചെന്നിരിക്കുമ്പോൾ ഇതൊക്കെ ഇവർ സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ എരുവി അമ്പലത്തിലൊക്കെ പണ്ട് കാലത്ത്, എൻ്റെ ഗ്രാമക്ഷേത്രത്തിലൊക്കെ പണ്ട് കാലത്ത് അവിടെ ഒരു പാട്ടമ്പലമൊക്കെ ഉണ്ട്. അവിടെ ഇന്നത്തെ കൂട്ടല്ല, ഇന്ന് പലപ്പോഴും അവിടെ പലരും പേഴ്സണലായിട്ടൊക്കെ കാണാനൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ ഒരു യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അവിടെ പാട്ടമ്പലത്തിൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ, എൻ്റെ ഗ്രാമദേവതയിൽ അവിടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, മായക്ഷിയമ്മയുടെ അല്ലെങ്കിൽ യക്ഷിയമ്മയുടെ ഈ കണ്ണാടിയിലിങ്ങനെ നോക്കി ഇങ്ങനെ കുറി തൊട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ ദാരു ബിംബമുണ്ട്. അതോടൊപ്പം പരിവാരങ്ങളോട് കൂടിയിട്ടുള്ളൊരു വലിയ, ഞാൻ കേരളത്തിൽ അത്യപൂർവമായി മാത്രം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എത്രയോ ക്ഷേത്രങ്ങളിൽ ഞാൻ പോയേക്കുന്നത്, പക്ഷേ അവിടെ എങ്ങും കാണാത്ത അത്യപൂർവമായിട്ട് പരിവാരങ്ങളുടെ പ്രതിഷ്ഠ അടക്കം ഉള്ള ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ പിന്നെ നാട്ടിൽ. അപ്പോൾ യക്ഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന, പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും സിനിമയിലും ആഡ്സും വഴിയാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കൺസൾട്ടേഷൻ രാവിലെ എടുത്ത സമയത്ത് ഒരാൾ UK നിന്ന് വിളിച്ചു. അപ്പം അയാൾക്ക് ഇറച്ചി, അതായത് ഇറച്ചിയുടെ ബിസിനസ്സാണ്, അതായത് പ്രത്യേകിച്ച് ചിക്കൻ്റെയൊക്കെ ബിസിനസ്സാണ്. അപ്പം ചിക്കൻ്റെ കാലുകൾ, കോഴിയുടെ കാലുകൾ കയറ്റി വിടുന്ന ഒരു ബിസിനസ്. അപ്പം ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, എന്താ കോഴിയുടെ കാല് ഇന്ത്യയിലേക്ക് മാത്രമേ അങ്ങനെ കയറ്റി വിടത്തുള്ളൂ, എക്സ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞത്, ശരിക്കും ഒരു കോഴി എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ മധ്യഭാഗത്ത് ഏറ്റവും ബലം കുറഞ്ഞ, മസിലിന് വലിയ ബലമില്ലാത്ത ഭാഗമാണ് ഏറ്റവും ടേസ്റ്റായിട്ടുള്ളതും, അതാണ് ഫോറിൻ ആൾക്കാർ കൂടുതൽ കഴിക്കുന്നതും. അപ്പം ആ ഒരു പോർഷൻ മാത്രമേ അവർ വാങ്ങത്തുള്ളൂ. ബാക്കി ഈ കാല്, അത് നിൽക്കുന്ന മസിലുള്ള ഭാഗം അവരുപയോഗിക്കത്തില്ല. അപ്പോൾ അത് കളയേണ്ടി വരും. അപ്പോൾ അത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ആണ് പുറത്തേക്ക്, അത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ അത് ഇങ്ങോട്ട് വരും. ഇവിടെ നമ്മൾ ഇത് ഇപ്പോൾ ഈ ബിരിയാണിയൊക്കെ വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അത് ആഡിലൂടെ ഒക്കെ നമ്മൾ കാണുമ്പോൾ, സിനിമകളിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഈ കാലിങ്ങനെ കടിച്ച് പറിക്കുന്നതും, ഈ ബിരിയാണിയുടെയൊക്കെ പടം ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഹോട്ടലുകളിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇങ്ങനെ പതിച്ച് വെച്ചിരിക്കുന്ന കാലിങ്ങനെ മണ്ടക്കിരിക്കുന്നത്. അപ്പം പല നാട്ടിലും ഇത് ആൾക്കാർ കഴിക്കില്ല എന്നുള്ള അപ്പം അതാണ് ഇങ്ങോട്ട് കയറി. അപ്പോൾ അത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അതിന് വില കൂടുതലുള്ള ഇറച്ചി കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം പല വിഷയങ്ങളും നമുക്ക് മറ്റുള്ളവർ പറഞ്ഞാണ് അറിയാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അവിടെ ഈ യക്ഷി എന്നൊക്കെ പറയുന്നത് സിനിമയിൽ കാണുന്ന പോലെ പാട്ട് പാടിക്കാം ഒക്കെ ഇറക്കി, അങ്ങനെയല്ല. യക്ഷിണികൾ എന്ന് പറയുന്ന അതീവ സുന്ദരികളായിട്ടുള്ള മൂർത്തിയാണ്. സാത്വികമാണ്, രജസ്സും സാത്വികതയും കൂടെ കലർന്നിട്ടുള്ള അതീവ സുന്ദരികളായിട്ടുള്ള മൂർത്തിയാണ്. അത് പരിവാരങ്ങളാണ്. അപ്പോൾ ആ പരിവാര ദേവതയാണ്. അപ്പം പാട്ട്, സംഗീതം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ആ ദേവതയെ ആരാധിച്ചിരുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അപ്പം നമ്മുടെ പാട്ടമ്പലങ്ങളിൽ, പ്രത്യേകിച്ച് ഓണാട്ടുകര ഏരിയകളിലെ ക്ഷേത്രങ്ങളിലെ പല പാട്ടമ്പലങ്ങളിലും ഈ യക്ഷിയമ്മയുടെ പ്രതിഷ്ഠ ഉണ്ടാകും. അപ്പോൾ അത് സംഗീതത്തിൻ്റെ, ശുക്രൻ്റെ കാരകത്വത്തിൽ ആ ദേവത വരുന്നതും. ബലവാനായിട്ടുള്ള ശുക്രൻ മഹാലക്ഷ്മി അന്നപൂർണേശ്വരി ആണെങ്കിൽ ബലം കുറഞ്ഞാൽ അത് യക്ഷിയെയാണ് സൂചിപ്പിക്കുന്നത്. ആ ബലം എന്ന് പറഞ്ഞാൽ ചൈതന്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ടുകൾ, താളങ്ങൾ, ഈ പാട്ടമ്പലത്തിലുള്ള പണ്ട് കാലത്ത് കൂത്തുപുരയിൽ നടന്നിരുന്ന ഡാൻസുകൾ, ഇതെല്ലാം വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ യക്ഷിയമ്മയുടെ ഒരു അനുഗ്രഹം, ആ ചൈതന്യകലകളുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ആയതുകൊണ്ടായിരിക്കാം അവിടെ പണ്ട് കാലത്ത്, ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ, പണ്ട് കാലത്ത് എൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ് അത് പറയുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഓർമ്മകൾ വന്നേക്കാം ചില കാര്യങ്ങളിൽ. അപ്പോൾ അവിടെ ഈ ഇച്ചിരി പ്രായമൊക്കെയുള്ള ആൾക്കാർ, പഴയ പണ്ഡിതന്മാർ
അവർ ഈ അക്ഷര ശ്ലോകങ്ങളും പല വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യും. നിങ്ങൾ ഈ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എൻ്റെ വീടിനടുത്തുള്ള, അപ്പം അദ്ദേഹം അതിന് എഴുതാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇൻസ്പയർ ആയത് ഇന്നസെൻറ്റ് വന്നിട്ട് അക്ഷര ശ്ലോകം താക്കോലെടുക്കാതെ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. മണിച്ചിത്രത്താഴ് കണ്ടിട്ടുള്ളവരായിരിക്കും എല്ലാവരും. അതിലതങ്ങനെ പറയുന്നതിൻ്റെ കാരണം എൻ്റെ നാട്ടിലത് സ്ഥിരം ഈ അടുത്ത കാലം വരെയും കണ്ടുകൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു. ആൾക്കാർ കൂടിയിരുന്ന് ഇങ്ങനെ അക്ഷരശ്ലോകം ജപിക്കുക, അല്ലെങ്കിൽ നാമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അന്താക്ഷരി പോലെയുള്ള ചില പരിപാടികൾ സ്ഥിരം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം അഷ്ടമത്തിലെ വ്യാഴം നിൽക്കുന്ന സമയത്ത് ഉത്തരായനത്തിൽ മരിച്ചാൽ ജീവിതത്തിൻ്റെ അവസാന കാലം ആ മരണം എന്ന് പറയുന്നത് വേദനയില്ലാത്ത മരണമായിരിക്കും എന്നും, പിന്നീട് ജ്യോതിഷം പഠിച്ചു തുടങ്ങിയപ്പോൾ പലരുടെയും ജാതകങ്ങൾ കണ്ടപ്പോൾ അഷ്ടമത്തിലെ വ്യാഴം നല്ല ബലവാനാണെങ്കിൽ, അവർ നന്നായും വിഷ്ണുവിനെ സേവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം, പ്രത്യേകിച്ച് ഭാഗവതം, രാമായണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നാരായണീയം വേണേൽ പറയാം. ഇപ്പം നാരായണീയ ഒരു ട്രെൻഡാണല്ലോ. പക്ഷെ വാസ്തവത്തിൽ ഭാഗവതം വിഷ്ണു ഭഗവാന്റെ ഉടലാണ്. അത് വായിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ വായിച്ചോളും. അപ്പോൾ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം സമാധാനപൂർണ്ണമായിരിക്കും, ആത്മീയമായ ഉന്നതി ലഭിക്കുമെന്നും പറയാം. അതുകൊണ്ട് തന്നെ ഈ അഷ്ടമത്തിൽ വ്യാഴം ഉള്ളവർക്ക് അവസാന കാലത്തൊരു ആത്മീയോന്നതിയും സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു മരണവും ഉണ്ടാവും എന്നുള്ളതാണ്. സമാധാനമായിട്ടിരുന്നു. അവസാന കാലത്ത് എന്നെ ആരെങ്കിലും നോക്കുമോ, ഇല്ല രോഗായ ദുരിതങ്ങളിൽ പെട്ട് ഞാൻ എന്തു ചെയ്യും, എനിക്കൊന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥകൾ വരാം. അതൊന്നും പേടിക്കണ്ട. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിക്കൊള്ളുക, ഭഗവാനെ ആശ്രയിച്ചുകൊള്ളുക, ഭഗവാൻ കാത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അശുഭ ഫലങ്ങളിലേക്ക് പോവാം. ഇത്രയും നേരം പറഞ്ഞത് മോശഫലങ്ങളെല്ലാം ചോദിക്കരുത്. ഇതാണ് വ്യാഴം അഷ്ടമത്തിൽ ചെന്നാലുള്ള കുറേ ഗുണഫലങ്ങൾ. ഇനി മോശഫലങ്ങൾ പറയാം. ഒന്നാമത്തത് സന്താനകാരകനായതുകൊണ്ട് സന്താന തടസ്സമാണ്. സന്താന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ. 8-ാം ഭാവത്തിലെ വ്യാഴസ്ഥിതി സന്താനങ്ങൾ നിമിത്തം സ്വത്തുനഷ്ടം ഉണ്ടാവാനുള്ള യോഗ. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കരുതി വെക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. ഒരു പരിധി കൂടുതൽ ധനം കൊടുത്ത് ചെയ്യാതിരിക്കാതെ നിങ്ങളുടെ നാശത്തിലേക്ക് അതെത്തും. അവർക്കൊട്ടത് വിജയിക്കാനും പറ്റില്ല, നിങ്ങളുടെ നാശത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സന്താനങ്ങൾ നിമിത്തം ബുദ്ധിമുട്ടുകൾ, സന്താനം തടസ്സം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ബാഡ് എഫക്റ്റായിട്ട്, അശുഭഫലങ്ങളായിട്ട് വരുന്നത്. രണ്ടാമത്തെ ആരോഗ്യ പ്രശ്നം, കരൾ. കിറ്റിൽ വ്യാഴം നിൽക്കുന്നവർ ഒരു കാരണവശാലും ഡ്രിങ്ക്സ് ഇപ്പം നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ഉള്ള കാലമാണ്. അപ്പോൾ അതെന്ത് തന്നെ ആയാലും നിങ്ങൾ ചെക്ക് ചെയ്ത് കരളിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് നോക്കണം. അതുപോലെ തന്നെ പ്രമേഹം, ഡയബറ്റിക്സ് 10-64 തരത്തിലുണ്ട്. അത് ഈ വ്യാഴവുമായിട്ട് പല ഗ്രഹങ്ങളുടെ പെർമിറ്റേഷൻ കോമ്പിനേഷൻസ് വെച്ചിട്ട് പണ്ട് ഗ്രന്ഥങ്ങളിൽ തന്നെ 64 തരത്തിലാണ് ഡയബറ്റിക്സ് പറയുന്നത്. ഇപ്പം അത് പുതിയ ആൾക്കാർ വന്ന് പുതിയ റിസർച്ചുകളൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും അതിൽ കൂടുതൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടാകും. ഒരു മഹാരോഗമായിട്ട് 36 മഹാരോഗങ്ങളിൽ ഒന്നാണ് പ്രമേഹം എന്ന് സായണാചാര്യൻ പോലും പറയുന്നത്. സായണീയം എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചാൽ അതിലൊന്ന് മഹാരോഗമായിട്ട് പറയുന്നത് വലിയൊരു വിപത്ത്. 36 മഹാരോഗം, ഏറ്റവും മോശമായ കർമ്മദോഷമുള്ളവർക്ക് വരുന്ന രോഗങ്ങളിൽ ഒന്നായിട്ടാണ് ഡയബറ്റിക്സ് പറയുന്നത്. അപ്പം ഇത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. 8-ൽ വ്യാഴം നിൽക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് അമിതവണ്ണമാണ്. കൊഴുപ്പിൻ്റെ കാരകമാണ്. കൊഴുപ്പ് നിമിത്തമുള്ള അസുഖങ്ങൾ ധാരാളം വരാനുള്ള സാധ്യതയുണ്ട്. വണ്ണം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദരപ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവാം. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും മധുരവും നിയന്ത്രിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അടുത്തത് ഒരു അശുഭഫലം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭാഗ്യതടസ്സമാണ്. ഭാഗ്യകാരകൻ 6-8-12 പോയാൽ ഭാഗ്യതടസ്സം ഉണ്ടാകും. ആ ജാതകം എടുക്കുമ്പോൾ നമ്മൾ ദൈവാധീനം ഉണ്ടോ ഭാഗ്യമുണ്ടോ നോക്കുമ്പോൾ ദൈവാധീനവും ഭാഗ്യത്തിൻ്റെയും കാരകനായിരിക്കുന്ന ഗ്രഹം 8-ൽ. അപ്പോൾ ഭാഗ്യത്തിൻ്റെയും ദൈവാധീനത്തിൻ്റെയും കാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിൽ പോകുമ്പം സ്വാഭാവികമായിട്ടും ഭാഗ്യതടസ്സങ്ങൾ വരും. അതിനു വേണ്ട പരിഹാരങ്ങൾ ഈശ്വര പരിഹാരങ്ങൾ തന്നെയാണ്, അത് ചെയ്യണം. അപ്പം 9-ാം ഭാവം എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനമാണല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലത്തെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ 9-ൻ്റെ 12 8 പറയുന്നത്. അപ്പോൾ അവിടെ അർഹതപ്പെട്ട കാര്യങ്ങൾ കൈപ്പിടിയിലേക്ക് ഒതുക്കാൻ പ്രകൃതി അനുകൂലമാവുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാട്, നന്നായിട്ട് സാധാരണ നമ്മൾ പറയില്ലേ ചിലർ
എനിക്ക് എന്ത് കിട്ടണമെങ്കിലും സാധാരണയിൽ നിന്നും എല്ലാവരെയും പോലെയല്ല, കുറച്ച് കൂടുതൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടൂ, ആഗ്രഹിക്കുന്നതിനേക്കാളും കുറച്ച് കുറവേ കിട്ടൂ എന്നൊക്കെ പറയില്ലേ. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. ഭാഗ്യതടസ്സങ്ങളാണ്. അടുത്തത് സാമൂഹിക വിമർശനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. എങ്കിലും വ്യാഴത്തിൻ്റെ ബലം കൊണ്ട് നിങ്ങൾക്ക് അതിനെയൊക്കെ അതിജീവിക്കാനും സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. വിഷ്ണുപ്രീതിയാണ് ഇതിന് വരുത്തേണ്ടത്. ദൈവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാ ദൈവവിശ്വാസങ്ങളും ദൈവ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും വക്രതകളില്ലാതെ ചെയ്താൽ സ്വന്തം ഇൻഡിവിജ്വലായിട്ട് ഒരു അന്വേഷണമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് ജീവിതം. എന്തൊക്കെ പറഞ്ഞാലും, നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ദിവസം ഇതെല്ലാം നമ്മളിൽ നിന്ന് മന്യമായി പോകും. ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഒരു സ്ഥലത്ത് ജനിച്ചു, അവിടുത്തെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള നിയോഗം ഉണ്ടായി, അത് പഠിച്ചു, ആൾക്കാരിലേക്ക് അത് പഠിപ്പിക്കുന്നു, അനവധി ഗ്രന്ഥങ്ങൾ കയ്യിൽ കിട്ടുന്ന ഒരുപാട് മഹാന്മാരായിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് പഠിക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായി. എങ്കിലും ഇതെല്ലാം ഒരു ദിവസം ഞാൻ വെച്ച് മടങ്ങുമ്പം എൻ്റെ കൂടെ സഞ്ചരിക്കാനുണ്ടാവുന്നത് ഞാൻ ചെയ്തിട്ടുള്ള ഈശ്വരോപാസനകളും സുകൃതങ്ങളും മാത്രമായിരിക്കും എന്നുള്ളതാണ്, ദുഷ്കൃതങ്ങളും. അപ്പം പരമാവധി അത് പുതിയത് കെട്ടാതിരിക്കുക എന്നുള്ളതാണ്. കെട്ടുകളാണ് പുരുഷനെ ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. കെട്ടുകളറ്റേ മുക്തി വരും, കെട്ടുകളോ ഫലഭുക്തിയായി തീരും, കെട്ടായിക ഇനിയും നാരായണ ചെയ്യുക. കർമ്മഫലം അത് അനുഭവിക്കും, അത് സുകൃതമാണെങ്കിലും ദുഷ്കൃതമാണെങ്കിലും. അപ്പം അത് വീണ്ടും വലിച്ചു വെക്കാതിരിക്കാൻ പരമാവധി നോക്കുക, തീർക്കാനുള്ളത് തീർത്ത് പോവുക. ഒരു ദിവസം നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതിനെല്ലാം നമ്മളൊരു ദിവസം അന്യമായി തീരും എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ പൂർവികർ എന്തൊക്കെ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണോ അവരുടെ അടുത്ത തലമുറകൾക്ക് വേണ്ടി ചെയ്തു വെച്ചത്. ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ആ ട്രെൻഡ് മാറി. അപ്പോൾ അവർ വരും തലമുറകളുടെ വിജയങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചതെല്ലാം പിന്നീട് വന്നവർ അവരുടെ രീതികൾക്കനുസരിച്ച് മാറ്റി. പലരെ ഓർക്കുന്നു പോലുമില്ല. ഒരിക്കലും നന്നായി സ്നേഹിച്ചിരുന്ന അപ്പൂപ്പനെയോ അമ്മൂമ്മയോ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ പൂർവികരെയോ ഒക്കെ ഓർമ്മ ദിവസം തന്നെ ഓർക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തിലൂടെ അതെല്ലാം കണ്ടാണ് പോകുന്നതെങ്കിൽ നമ്മളെ നമ്മുടെ ചുറ്റുപാടുള്ളവരെല്ലാം ഓർക്കും എന്നെന്താണ് ഉറപ്പ്? ലോകത്തിന് ഉപകാരം ഉള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പോകുന്ന ചില മനുഷ്യരെ അവരുടെ കോൺട്രിബ്യൂഷനിലൂടെങ്കിലും കുറച്ച് കാലം ഓർക്കും. അതിന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ഒരു മരം വെച്ചിട്ട് പോയാൽ ആ മരം, അതിലിരിക്കുന്ന കിളികൾ, അവർക്ക് വേണ്ടിയ പ്രകൃതിയെങ്കിലും ഓർക്കും. അല്ല, മനുഷ്യൻ തന്നെ ഓർക്കണമെന്നൊന്നുമില്ല, പ്രകൃതി ആയാലും ഓർക്കും. അതല്ലാതെ എന്തു തന്നെ ആയാലും ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള അപവാദങ്ങൾക്ക് വേണ്ടി പുറകിന് പോകാതെ വ്യാഴത്തിൻ്റെ ബലം കൊണ്ട്, ഈശ്വരസേവ കൊണ്ടും ഈശ്വരോപാസന കൊണ്ടും മനസ്സിൻ്റെ നന്മ കൊണ്ടും അതിനെയൊക്കെ അതിജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക, മുന്നോട്ട് പോവുക. ജീവിതം ഒരു യുദ്ധക്കളമായതുകൊണ്ട് തന്നെ കരണങ്ങളുടെ വിളനിലമായിട്ടുള്ള കുരുകരണാനാം ഇന്ദ്രിയങ്ങളുടെ വിളനിലമായിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ജയവും തോൽവിയും കാലം തീരുമാനിക്കും. പക്ഷേ നമ്മൾ ശ്രമിക്കുക, മുന്നോട്ട് പോവുക. എല്ലാവിധ ഐശ്വര്യങ്ങളും വിഷ്ണു ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗ്യതടസ്സങ്ങൾ മാറാനുള്ള കാര്യങ്ങളും സാമൂഹ്യ വിമർശനങ്ങളെ ഫേസ് ചെയ്യാനും എനിക്കെല്ലാം തികഞ്ഞവനാണ് ഞാൻ, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞുള്ള ചിന്തകളിലിരിക്കാതെ അതിനെയൊക്കെ ഓവർകം ചെയ്യാനും ശ്രദ്ധയോടുകൂടി വിനയത്തോടുകൂടി അതൊരു കൈമുതലായിട്ടത് കൊണ്ടുപോയി ഭാഗ്യതടസ്സങ്ങളെ മറികടന്ന് ആരോഗ്യ പ്രശ്നങ്ങളെ, കരളിനും അല്ലെങ്കിൽ പ്രമേഹം അല്ല അമിതവണ്ണം അല്ല ദഹന സംബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ വരാനുള്ള വിഷയങ്ങളെ മറികടന്ന് സന്താന സംബന്ധമായിട്ടുള്ളതും ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ
അതിൻ്റെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്ത് ഈശ്വരനെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. എല്ലാവിധ ഐശ്വര്യങ്ങളും സാക്ഷാൽ ഗുരു ബൃഹസ്പതി അതിൻ്റെ അതിദേവതയായ ഭഗവാനും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വ്യാഴത്തിൻ്റെ കാർമിക് ലിങ്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.